നമസ്കാരം. നമുക്ക് ചില നല്ല സുഹൃത്ത് ബന്ധങ്ങളുണ്ടാവും. അതുപോലെ ഒരു ബന്ധം എനിക്കുണ്ടായിരുന്നു. ഒരനുഭവം ഞാൻ പറയട്ടെ. എൻ്റെ ഒരു നല്ല സുഹൃത്ത് ഒരിക്കൽ എന്നോടൊരു 2000 രൂപ കടം മേടിച്ചു. അത് മേടിച്ച് പുള്ളിയുടെ വളരെ അത്യാവശ്യമുള്ള സമയത്ത് ചോദിച്ച് ഞാൻ കൊടുക്കുകയും ചെയ്തു. ഇതിന് ശേഷം ഒരു 1-2 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് അത്യാവശ്യം വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്ന് ആ പൈസ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എന്നെ കണ്ടപ്പോൾ തന്നെ മുഖത്ത് വല്ലാത്തൊരു സംഭ്രമം, ഒരു വിഷമം വരുന്നതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ആ പൈസ ചോദിച്ചില്ല. അപ്പോൾ അദ്ദേഹവുമായി സംസാരിച്ച് അദ്ദേഹം കുറച്ച് വിഷമങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞ്, നീ പേടിക്കണ്ട, എൻ്റെ പൈസനെ കുറിച്ച് ആലോചിച്ച് നീ പേടിക്കൊന്നും വേണ്ട, നിൻ്റെ കയ്യിൽ വരുമ്പോൾ തന്നാൽ മതി. ദൈവത്തോട് പ്രാർത്ഥിക്കുക ഒരു മാർഗം കാണിച്ചു തരാനായിട്ട്. നിൻ്റെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് എനിക്ക് തരാൻ ഒരു 2000 രൂപ ബാക്കി എന്തെങ്കിലും വരുമ്പോൾ തന്നാൽ മതി എന്ന് ഞാൻ അവനോട് പറഞ്ഞു. അപ്പോൾ അവൻ്റെ കണ്ണ് നനയുന്നത് ഞാൻ കണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി പോട്ടെ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പോന്ന്. ഞാൻ നടന്ന് ബൈക്കെടുത്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവനെ തിരിഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ അവനാ നനഞ്ഞ കണ്ണുമായിട്ട് എന്നെ ഇങ്ങനെ നോക്കിയിരിക്കണേ. ഞാൻ വണ്ടിയെടുത്ത് അവിടെ നിന്ന് പോന്നിട്ടാ. ഇത് കഴിഞ്ഞൊരു ഏതാനും മാസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഞാൻ എറണാകുളം ബൈപ്പാസിലൂടെ ബൈക്കിന് പോണായിരുന്നു. അപ്പോൾ ആ പോണ സമയത്ത് പെട്ടെന്ന് എനിക്ക് മനസ്സിൽ തോന്നുന്നു എൻ്റെ ബൈക്കൊന്ന് ഒതുക്കണം. അങ്ങനെ ഞാൻ റോഡ് സൈഡിൽ ബൈക്ക് ഒതുക്കി കഴിഞ്ഞപ്പോൾ വീണ്ടും മനസ്സിലൊരു തോന്നൽ, എൻ്റെ സുഹൃത്തിനെ ഒന്ന് വിളിക്കണം. ഞങ്ങൾ കണ്ട് ഏതാനും മാസങ്ങൾക്ക് ശേഷം ഉണ്ടായ കാര്യമുണ്ട്. അപ്പോൾ അങ്ങനെ തോന്നിക്കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അവിടെ നിന്ന് വിളിച്ചപ്പോൾ അവൻ്റെ വൈഫാണ് എടുത്തത്. വൈഫ് എടുത്തിട്ട് ഒറ്റ കാര്യം പറഞ്ഞില്ല, പോയിട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എവിടെയാണെന്ന് ചോദിച്ചു. ഹോസ്പിറ്റലിൻ്റെ പേരും പറഞ്ഞ്. ഞാൻ അപ്പം തന്നെ അവിടെ നിന്ന് ആ ഹോസ്പിറ്റലിലേക്ക് ചെന്ന് ഏകദേശം ഒരു 20 മിനിറ്റ് എടുത്ത് ഞാനവിടെ ചെല്ലാനായിട്ട്. ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വൈഫ് ഇങ്ങനെ വളരെ സങ്കടത്തോടുകൂടി കരഞ്ഞ് അവിടെ ഇങ്ങനെ സൈഡിലിരിക്കണേ. അപ്പോൾ ഞാൻ ചോദിച്ചു, എപ്പോഴാണ് സംഭവിച്ചതെന്ന് ചോദിച്ചു. ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ടാവുമെന്ന് പറഞ്ഞ്. അപ്പം ഞാൻ അവനെ വിളിച്ചത് കറക്റ്റ് അവൻ്റെ ജീവൻ വെടിയുന്ന സമയത്താണ്. എന്നാലോചിച്ച് നോക്കിയേ, ആത്മബന്ധം. എനിക്കറിയില്ല എനിക്ക് എന്തുകൊണ്ട് അങ്ങനെ തോന്നിയെന്ന് പോലും. അതാണ് സുഹൃത്ത് ബന്ധം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ വലിയൊരു, എനിക്ക് പറയാൻ തന്നെ വാക്ക് കിട്ടണില്ല. അപ്പം നമ്മുടെ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മളവരൊന്ന് മനസ്സിലാക്കി ഒന്ന് ചേർത്ത് പിടിക്കുക. സുഹൃത്തുക്കളായിക്കോട്ടെ ആരും ആയിക്കോട്ടെ, ആ ചേർത്ത് പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങൾ അത് ചെറുതൊന്നുമല്ല.